പതുക്കെ പോ റോയ്ച്ച. ലൈഫായ കുറച്ച് ത്രില്ലൊക്കെ വേണം. ഇങ്ങനെ ത്രില്ലാക്കിയാ പിന്നെ എല്ലുപോലും ബാക്കി ഉണ്ടാവില്ല. ഒന്ന് പതുക്കെ പോ. അയ്യോ, എന്താ റോയ്ച്ച? എന്താന്നറിയില്ല, വണ്ടി ഓഫായി. എന്തൊരു റോയിച്ച, പെട്രോൾ തീർന്നാ? പെട്രോൾ ഒന്നും തീർന്നിട്ടില്ല. ടയർ പഞ്ചർ ആയതോ തോന്നുന്നുണ്ട്. ടയർ പഞ്ചറായ വണ്ടി സ്റ്റാർട്ട് ആവില്ലേ മണ്ട. ആ വായിന്ന് വല്ലതും വരുന്നതിന് മുമ്പ് തലച്ചോർന്ന് ഉപയോഗിക്കും. ഒരു മണി രണ്ടാളും വണ്ടി ഒന്നുള്ളു. തള്ളാം. രണ്ടാള് തള്ളാതെ കാറാ മറ്റോ ആണോ? നീ തള്ളു, നിനക്കത് പറ്റും. തള്ളടാ, തള്ളിക്കോ തള്ളിക്കോ തള്ളിക്കോ. പോട്ടെ പോട്ടെ പോട്ടെ. കണ്ടോ, ഞാൻ തള്ളിയപ്പോ വണ്ടി സ്റ്റാർട്ടായി. നമ്മള് കേറിയിട്ടില്ല. ആ ശരിയാണല്ലോ. റോയ്ച്ച റോയ്ച്ച റോയിച്ചൻ പോയി, നമുക്കിട്ട് പണി തന്നതാ. നീ പേഴ്സ് എടുത്തിട്ടുണ്ടടാ? റോയ്ച്ചന്റെ കൂടെ വരുമ്പോ പേഴ്സ്. റോയിച്ച നല്ല ത്രില്ലില്ല. മിക്കവാറും വീട്ടിലേക്ക് നടന്ന് തന്നെ പോവേണ്ടി വരും. കടിക്കാത്ത പട്ടിക്ക് ചിക്കൻ വാങ്ങിച്ചു കൊടുത്ത് കടി വാങ്ങിയവരെ എങ്ങനെ നടന്ന റോയ്ച്ചനാ. ഇപ്പോഴാണ് നല്ല ത്രില്ലായത്. അതെ, നല്ല ത്രില്ലർ. കയറിക്കോ. റോയ്ച്ച പോലീസാണ് തോന്നുന്നത്. നിർത്തരുത് നിർത്തരുത് നിർത്തരുത്. മാറ്റി നിർത്തടാ. എങ്ങോട്ടാടാ മൂന്നുപേരും കൂടെ? കേറിക്കോ. ആനന്ദേ, ഒന്ന് നീങ്ങുന്നടാ. ഞാൻ തേവര എസ് ഐ. അതൊന്നും പ്രശ്നമല്ല, കേറിക്കോ. മൂന്നുപേരെയും വെച്ച് ബൈക്ക് ഓടിച്ചിട്ട് നീ ഡയലോഗ് അടിക്കുന്നു. കൂൾ മാൻ കൂൾ. ബസ്സിലും ട്രെയിനിലും 20-100 പേരെ കൂടുതൽ കയറ്റും. നമ്മളൊരു ബൈക്കിൽ ഒരാളെ കൂടുതൽ കയറ്റി കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ പ്രശ്നം ഉണ്ടാകും. നമ്മളൊക്കെ ഒരു പ്രായമല്ലേ, അതൊക്കെ അതിന്റെ സ്പിരിറ്റിൽ എടുക്കണ്ടേ? നിന്റെ സ്പിരിറ്റ് ഞാൻ കാണിച്ചു തരാടാ. ശരി. ഹലോ. അവൻ ഇച്ചിരി അഹങ്കാരം കൂടുതലാണോ എന്നൊരു സംശയം. ശരിയായി വേണ്ടായിരിക്കടാ. സൂപ്പർ സ്റ്റാർ ആവുമ്പോ ആനന്ദന് ഇതൊക്കെ ഇന്റർവ്യൂല് പറയാനുള്ളൂ അല്ലടാ. വണ്ടി പിന്നോട്ടെടുക്കണോ? നീ ആദ്യം നിന്റെ വണ്ടി പുറകോട്ടെടുക്ക്. ഇത് കാറല്ലേ, നീ ആദ്യം ബൈക്ക് പിന്നോട്ടെടുക്ക്. ബൈക്കാരെ പുറകോട്ട് പോകുമ്പോഴുള്ള നിയമമൊന്നുമില്ലല്ലോ. നിയമം ഞാൻ പഠിപ്പിച്ചു തരാടാ. ടോണി ഇറങ്ങിയടാ. അവൻ നിയമം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പോയാ മതി. ഇറങ്ങടാ. പണി വീണ്ടും പാളി. പറയടാ, നിയമം പഠിപ്പിക്കടാ. എന്തി പഠിപ്പിക്കണല്ലേ? ഈശ്വര. എന്തു പറ്റി വാറു? മൂഡ് ഓഫ് ആണല്ലോ. കാര്യം എന്താ? ഒന്നുമില്ല. ഞാനിങ്ങോട്ട് വരുന്ന വഴി റോയ്ച്ചനും ആനന്ദും ടോണിയും കൂടെയൊക്കെ എങ്ങോട്ട് പോകുന്ന കണ്ടല്ലോ. എങ്ങോട്ടായിരുന്നു നീ ഇല്ലാണ്ടൊരു യാത്ര? എനിക്കറിയില്ല. റോയ്ച്ചന്റെ അപ്പിയറൻസ് ഒക്കെ ആകെ മാറിയിട്ടുണ്ടല്ലോ. എന്തു പറ്റി? ഏയ് പാറു, എന്താ നിനക്ക് പറ്റിയേ? റോയ്ച്ചനേക്കാൾ മാറ്റമുണ്ടല്ലോ നിനക്ക്. സാജൻ, നമ്മൾ തമ്മിൽ കുറച്ചു കാലം റിലേഷനിലായിട്ട് അതിനിടയ്ക്ക് നമ്മൾ കുറെ തവണ പിണങ്ങിയിട്ടുണ്ട്. പിന്നെ വീണ്ടും ഇണങ്ങും. അതൊന്നും സാജന്റെ കുറ്റം കാരണമല്ല. എല്ലാം കുഴപ്പത്തിന് കാരണം ഞാനാണ്. പിന്നെയും സാജൻ ഇങ്ങോട്ട് വന്ന് പ്രശ്നം തീർക്കും. ഞാൻ കുറെ തവണ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ഇറ്റ്സ് നോട്ട് ഈവൻ വർക്കിംഗ് ഔട്ട്. നമുക്ക് ബ്രേക്കപ്പ് ആവാം. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നമ്മൾ തമ്മിൽ ചേരില്ല സാജൻ. കുറെ തവണ നോക്കിയതല്ലേ. ഇതുവരെയുള്ള ബ്രേക്കപ്പിനൊക്കെ ഒരു റീസൺ ഉണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്നൊരു കാരണമില്ലാതെ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ കുറെ ദിവസമായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നീ ഒരു തീരുമാനം എടുക്കുമ്പോ എന്നെ കൂടെ ഒന്ന് അറിയിക്കണ്ടേ? ഇപ്പൊ അറിയിച്ചില്ലേ?
സാജൻ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. വെറുതെ എന്തിനാ സാജന്റെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നേ? ഐ എം ഷുവർ സാജൻ എന്നെക്കാളും നല്ലൊരു ഗേൾഫ്രണ്ടിനെ കിട്ടും. സാജൻ ഇനി പഴയതുപോലെ ഇക്കാര്യം പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കരുത്. ഞാൻ പറഞ്ഞു നീ എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തെന്ന്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല ഇതുവരെ. എനിക്ക് ഉറപ്പാ ഞാൻ സാജന് വേണ്ട പെൺകുട്ടിയല്ല. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇത്രയും വഴക്കൊന്നും ഉണ്ടാവില്ലായിരുന്നു. പാറു പറയുന്ന കേക്ക്, നീയാണ് എനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല കുട്ടി. ഐ സീരിയസ്ലി തിങ്ക് സോ. അതുകൊണ്ടാണ് ഞാൻ ഈ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. സാജൻ, ഞാൻ പറയണതൊക്കെ പറഞ്ഞു. നല്ല ഫ്രണ്ട്സ് ആയിരിക്കാൻ വേണ്ടിയാണെങ്കിൽ മാത്രം നമുക്ക് ഇനിയും കാണാം. അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിർത്താം. പാറു, എനിക്കൊന്ന് കിടക്കണം സാജൻ. ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ഓക്കെ, നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാമല്ലോ. ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഇനി ഒന്നുമില്ല. ഓക്കെ സാജൻ, ബൈ. ഇങ്ങനെ നമ്മുടെ എത്ര ബ്രേക്കപ്പ് കഴിഞ്ഞതാ മോളെ. നിന്നെ തിരിച്ചുകൊണ്ടിരാനുള്ള പണിയൊക്കെ സാജൻ അറിയാടി.